ഒരിക്കൽ ഗുരു ജഗന്നാഥ ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഗുരുവിനോട് വന്ന് പറഞ്ഞ കാര്യം, ഗുരുവേ, ഈ നാട്ടിലെ വേദാന്തികളൊക്കെ പറയുന്നു പ്രപഞ്ചത്തെ മഹാവിഷ്ണു തൻ്റെ ചുമലിൽ ചുമന്ന് സൂക്ഷിക്കുകയാണ്, അത് ശരിയാണ്. അപ്പോൾ ഗുരു അത് ശരിയാണ് എന്ന് പറയുന്നതിന് പകരം താർക്കികമായ മറ്റൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രപഞ്ചം ചലിക്കുന്നത് എങ്ങനെയാണ്? അവർ പറഞ്ഞ മറുപടി, ഒരു കേന്ദ്രത്തിന് മുകളിൽ, ഒരു ബലതന്ത്രത്തിന് മുകളിൽ ഈ പ്രപഞ്ചം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ സഞ്ചാരപഥത്തിനെ സൂക്ഷിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ഗുരു തിരിച്ചു ചോദിച്ചത്, ആ കേന്ദ്രത്തെ വിഷ്ണു എന്ന് വിചാരിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? ഗുരു എത്ര സുന്ദരമായിട്ടാണ് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കലഹങ്ങളിലേക്ക് പോകുന്ന ഒരു ചിന്താഗതിയെ സാമാന്യമായി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ കാഴ്ചപ്പാട് ഇന്ന് ലോകത്തെമ്പാടും ഫിലോസഫി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയ്ക്കും ശാസ്ത്രത്തിനും തമ്മിലുള്ള അകലം പണ്ടേതുപോലെ വലുതല്ല, ഇന്ന് വളരെ ചെറുതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഈ ശിവശതകത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഏറെ മുന്നിലേക്ക് പോകുന്നില്ല. അടയുന്നിന്ദ്രിയവായി നടിപെടുമിതു കണ്ടൊഴിഞ്ഞു മറ്റെല്ലാം. ഇതെൻ്റെ ഒരു ചൊല്ലലാണ്, ക്ഷമിക്കുക. ഇങ്ങനെയാണോ ചൊല്ലി നാം കേട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പക്ഷേ ഇതിനെ പ്രാസം വെച്ചിട്ടൊന്ന് ചൊല്ലുകയാണ്. സാധാരണ വൃത്തശാസ്ത്രം വെച്ചിട്ട് ചൊല്ലാൻ നടത്തിയൊരു ശ്രമമാണ്. അടയുന്നിന്ദ്രിയവായി നടിപെടുമിതു കണ്ടൊഴിഞ്ഞു മറ്റെല്ലാം, അടിയറ്റിയിടും തടി വന്നടിയിൽ തനിയെ മറിഞ്ഞു വീഴുമ്പോൾ. ശരീരത്തെ നാശമടയുന്നത് കണ്ട്, ശരീരം നാശമടയുന്നത് കണ്ട് ശരീരത്തെ ആശ്രയിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ തളർന്നു വീഴുന്നു. ഞാൻ ഈ ശരീരത്തെയാണല്ലോ വിശ്വസിച്ചിരുന്നത്. എന്നിട്ട് ഗുരു പറയുന്ന ഉദാഹരണം, അടിയറ്റിയിടും തടി വന്നടിയിൽ തനിയെ മറിഞ്ഞു വീഴുമ്പോൾ. ഒരു തടി, ഒരു മരം, അതിൻ്റെ വേര് പോയി താഴെ വന്ന് വീഴുന്നത് പോലെ ആശ്രയം നഷ്ടപ്പെട്ടു തീരുമ്പോൾ ശരീരാദികളായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അസ്തമിച്ചു പോകുന്നു. വീഴുമ്പോഴിവയെല്ലാം പാടിൽ തനിയെ പരന്ന തൂവെളിയാം, ആഴിക്കെട്ടിലവൻ താൻ വീഴുന്നോനല്ലിതാണു കൈവല്യം. ഇന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതമായി നശിക്കുമ്പോൾ ഇന്ദ്രിയ നിഗ്രഹം നടത്തിയ ആൾ പെട്ടെന്ന് ബ്രഹ്മമായി തീരുന്നു. ഈ ബ്രഹ്മമായി തീർന്ന ഗുരുവിനെ പറ്റി പഠിക്കുക എന്നുള്ളത് നാം ജീവിക്കുന്ന കാലത്ത് ഫിലോസോഫിക് ആയിട്ടുള്ള ഒരു ജോലി മാത്രമല്ല, തത്വചിന്താപരമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല, അത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയിട്ടാണ്. അതാണ് ഞാൻ ശ്രീനാരായണോളജിയിലെ ഒന്നാമത്തെ കാര്യമായി പറയുന്നത്. ഗുരുവിൻ്റെ ദൈവചിന്തയെ, ഗുരുവിൻ്റെ പ്രകൃതി ചിന്തയെ ഈ ധർമ്മത്തിലേക്കാണ് നാം ഘടിപ്പിക്കേണ്ടത്. അത് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിന്തയല്ല, ശരീരത്തിനു വേണ്ടിയിട്ടുള്ള ചിന്തയല്ല, ശരീരത്തെ ആസ്പദമാക്കിയിട്ടുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിന്തയല്ല ഗുരുദേവൻ്റെ ചിന്തകളുടെ ആസ്പദം, അതിൻ്റെ സ്പാൻ, അതിൻ്റെ കാലഗതി, അതിൻ്റെ വിസ്തൃതി. അതുകൊണ്ട് അത് 10 കൊല്ലത്തേക്കോ അത് 20 കൊല്ലത്തേക്കോ 60 കൊല്ലത്തേക്കോ ഉള്ള മനുഷ്യകർമ്മമായി ചുരുക്കുക എന്നത് പ്രായോഗികമല്ല, ഗുരുവിൻ്റെ ഫിലോസഫിയോട് നിരക്കുന്ന ഒരു പ്രവർത്തനം അല്ല. കൈവല്യക്കടലൊന്നായി കൈവല്യം പൂണ്ടിടുന്നതൊരു വഴിയാം, ജീവിത്വം കെടുമെന്നേ ശൈവലമകലുന്നിതന്നു പരഗതിയാം. കൈവല്യമാകുന്ന സമുദ്രം ഒറ്റയടിക്ക് നിർമ്മലമായി കേവലാവസ്ഥയിലെത്തുന്നത് അനുഗ്രഹമാണ്. ഈ അനുഗ്രഹാവസ്ഥയിലെത്തിയ, പരഗതിയിലെത്തിയ, കൈവല്യാവസ്ഥയിലെത്തിയ ഗുരുവിനെ പറ്റി സാമാന്യ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് ഒന്നാമത്തെ ടാസ്ക്. ഞാനീ പറഞ്ഞ കാര്യം എത്രമേൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്ദേഹമുണ്ട്. ഞാൻ എൻ്റെ മകനോട് ഗുരുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ മക്കളോട് സ്ഥിരമായി ഗുരുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. മക്കളെ, ഇതാണ് സ്വാമി അപ്പൂപ്പൻ. അപ്പോൾ അപ്പൂപ്പനെ പഠിച്ചു, ജസ്റ്റ് ഒരു വിഷ്വൽ ഇമേജ്. സ്വാമിയെ ഞാൻ കണ്ടു. ഇനി ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുസ്വാമി, അയ്യാ വൈകുണ്ഠ സ്വാമി,
ഈ ഇന്ത്യയിലെയും ലോകത്തിലെയും വ്യത്യസ്ത സ്വാമിമാർക്കിടയിൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റി കുഞ്ഞ് മനസ്സിലാക്കി. ജസ്റ്റ് എ വിഷ്വൽ റെസൊണൻസ്. അവൻ്റെ മനസ്സിൽ നിന്ന് ഗുരുവിനെ മാഞ്ഞു പോകുന്നില്ല. ഗുരുവിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഗുരു ഇരുന്നിട്ടുണ്ട്. ബട്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിഹൈൻഡ് ദിസ് ഗുരു? ഈ ഗുരുവിനെ മറ്റൊരു ഗുരുവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന തത്വചിന്താപരമായിട്ടുള്ള ആഴമെന്താണ് എന്ന് ഞാൻ എൻ്റെ മകനെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും? അപ്പോൾ ഞാൻ പറയുകയാണ്, ഗുരു അദ്വൈതത്തെ നിത്യജീവിതത്തിൽ, സാമാന്യ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു വലിയ സ്വാമിയാണ്. അത് ഞാൻ സുകുമാർ അഴീക്കോടിൻ്റെ ഗുരുവിൻ്റെ ദുഃഖം എന്ന പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം എടുത്തിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈതത്തിൽ നിന്ന് ശ്രീനാരായണൻ്റെ അദ്വൈതം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിന് കുറച്ചൊരു ഹൈറ്റ്സ് ഉണ്ട് എങ്കിൽ അവൻ തിരിച്ചെന്നോട് ചോദിക്കുന്നത്, അടിസ്ഥാനപരമായി അദ്വൈതം ഒന്ന് തന്നെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ശങ്കരാചാര്യസ്വാമിയുടെ അദ്വൈതവും ഗുരുവിൻ്റെ അദ്വൈതവും തമ്മിൽ വ്യത്യാസമുണ്ടാകാം. ഗുരുവിൻ്റെ അദ്വൈതത്തിന് സാമൂഹികമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കാം. ഗുരുവിൻ്റെ അദ്വൈതത്തിന് മുന്നിൽ ആരും ഭേദബുദ്ധിയില്ലാതെ ഒരുപോലെ കാണുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കാം. എന്നാലും അത് കാലങ്ങളെ അതിജീവിക്കുമെന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോഴാണ് ശരീരത്തിനപ്പുറമുള്ള, മനസ്സിന് അപ്പുറമുള്ള, കാലത്തിനപ്പുറമുള്ള, സാർവകാലികമായിട്ടുള്ള, അതാണ് സ്വാമി പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. അഫ്ഗാനിസ്ഥാനിൽ ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഗതി ഇതാകുമായിരുന്നില്ല. ലാറ്റിൻ അമേരിക്കയിലെ തമ്മിലടിക്കുന്ന രാഷ്ട്രങ്ങൾക്കിടയിൽ ഗുരുവിനെ പറ്റി പറയാൻ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ അവസ്ഥ ഇങ്ങനെ ആകുമായിരുന്നില്ല. ഞാൻ കരുതുന്നത് ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ അവസ്ഥയില്ലേ, ഗുരു സിലോണിൽ പോയ കാലത്ത് ഗുരു പറഞ്ഞ പ്രഭാഷണങ്ങളെ ആവർത്തിച്ചു പറയാൻ ആരെങ്കിലും അവിടെ ശക്തമായി ഉണ്ടായിരുന്നെങ്കിൽ ശ്രീലങ്കയുടെ അവസ്ഥ കുറച്ചുകൂടി ഒന്ന് വേഗമാകുമായിരുന്നു. ഈ മട്ടിലൊരു സദസ്സ് സർവമതങ്ങളെപ്പറ്റി പറയുന്നതിനു വേണ്ടിയും ദർശനത്തിനു വേണ്ടിയിട്ടും ഇക്കാലത്തും സാധ്യമാകുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ ആ കാര്യത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന തത്വചിന്തയുടെ പേരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫി. അത് ശരീരവുമായി ബന്ധപ്പെട്ടതല്ല, അത് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, അത് കാലവുമായി ബന്ധപ്പെട്ടതല്ല, അത് പരിമിതമായ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടതല്ല. അത് വിശാലമാണ്, അത് അനന്തമാണ്. അതാണ് ഗുരുവിൻ്റെ ഫിലോസഫിയുടെ എക്സ്റ്റൻഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഗുരുവിനെ പല ആംഗിളിൽ കാണാം. ലോ ആംഗിൾ, ഹൈ ആംഗിൾ. ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഗുരു എന്നോളം തുല്യമാണെന്ന് തോന്നാം. ഗുരുവിനേക്കാൾ മുകളിൽ നിൽക്കുമ്പോൾ ഗുരു താഴെയാണെന്ന് തോന്നാം. ഗുരുവിനെ പറ്റിയിട്ട് എത്രമാത്രം വിമർശനാത്മകമായ കാര്യങ്ങൾ കേരളത്തിലുണ്ടായിരിക്കുന്നു. ഗുരുവിനെക്കുറിച്ച് എത്രയോ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്ക് തുല്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ഇന്ത്യയിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 2700-ലധികം പുസ്തകങ്ങൾ ഞങ്ങളതിനെ ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ബിബ്ലിയോഗ്രഫി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ 2700 പുസ്തകങ്ങൾ മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ഗുരുവിനെപ്പറ്റി ലോകത്തുണ്ടായി എന്ന മഹാത്ഭുതത്തിൻ്റെ പിറകിൽ നാം ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഈ 2700-ൽ 300 എണ്ണവും ഗുരുവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്, ഗുരുവിനെ വിമർശിക്കുന്നതാണ്. തൻ്റെ മുന്നിൽ നിന്ന് വിമർശിക്കുന്നവരോട് പോലും ഗുരു സമചിത്തതയോടുകൂടി അല്ലാതെ, സ്നേഹത്തോടുകൂടി അല്ലാതെ പ്രതികരിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ കുഞ്ഞിന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. തന്നെപ്പറ്റി പറയുമ്പോൾ അമർഷത്തോടുകൂടി പറയുന്നയാളിനെ അടിച്ച് നിലംപരിശാക്കുന്ന ഒരാളല്ല ഗുരു. ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്ന ഫിലോസഫിയെ സയൻറ്റിഫിക്കായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയ ഗുരുവിൻ്റെ തത്വചിന്തയിൽ ഉണ്ട്. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിലൊന്ന് കുറിച്ചു വയ്ക്കാം. ഒന്ന് ഡീപ്പ് ലിസണിങ് ആണ്, അഗാധമായിട്ടുള്ള മനസ്സിലാക്കൽ, കേൾവി, പറച്ചിൽ. ഗുരു അഗാധമായി മനസ്സിലാക്കിയിരുന്നു. അതൊരു കൊച്ചു കുഞ്ഞു പറഞ്ഞാലും, വാഗ്ഭടാനന്ദനെ പോലെയുള്ളൊരു ഋഷി പറഞ്ഞാലും, മഹാത്മാഗാന്ധിയെപ്പോലെയുള്ളൊരു പൊളിറ്റിക്കൽ ഫിലോസഫർ പറഞ്ഞാലും, ശിവഗിരിയിൽ തന്നെ വന്നിട്ട് രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കവിത ചൊല്ലിയപ്പോഴായാലും, അപ്പോഴെല്ലാം ഗുരു മനസാന്നിധ്യത്തോടുകൂടി, ഒരേ ഗൗരവത്തോടുകൂടി, തുല്യപ്രജ്ഞയോടുകൂടി, പതറാത്ത ശാരീരിക ചലനങ്ങളോടുകൂടി ഇതൊക്കെ കേട്ടുകൊണ്ടേയിരുന്നു. ഇത് അസാമാന്യ പ്രതിഭകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രക്രിയയാണ്.
ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ വേറെങ്ങും നമ്മൾ പോകണ്ട. നമ്മൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചു കുഞ്ഞ് നമ്മുടെ അടുത്ത് വരികയാണ്, അമ്മമ്മ എന്തൊക്കെ ഉണ്ടായിരുന്നു, അമ്മമ്മ അവിടെ കവിതയൊക്കെ ചൊല്ലിയതായിട്ട് ഞാൻ അറിഞ്ഞു, അല്ലെങ്കിൽ അമ്മ കവിത ചൊല്ലിയതായിട്ട് നമ്മൾ അറിഞ്ഞു. നമ്മുടെ ആ സമയത്തെ മാനസിക നില കുഞ്ഞിനെ കേൾക്കാൻ തയ്യാറാവുന്ന ഒന്നാവണമെന്നില്ല. നമ്മൾ കുഞ്ഞിനെ കേൾക്കില്ല, നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ തട്ടിമാറ്റും, മാറി നിൽക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നിന്നോട് സംസാരിക്കാം. അപ്പോഴാണ് നമ്മുടെ നാട്ടിലൊരു പ്രമാണി വീട്ടിലേക്ക് കയറി വരുന്നത്. പ്രമാണി കയറി വരുമ്പോൾ നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കസേര നീക്കിയിട്ട് കൊടുക്കുകയും അദ്ദേഹം പറയുന്ന അറുബോറൻ വർത്തമാനം എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കേൾക്കാൻ ഞാൻ തയ്യാറാവുകയും ചെയ്യും എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.